നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ യുദ്ധം രൂക്ഷമാക്കുന്നതിനിടെ പ്രതിരോധ ചെലവിനായി അടുത്ത വർഷം 8.3 ബില്യൺ US$ വർദ്ധിക്കണമെന്ന് ഇസ്രായേൽ. 2024 മൊത്തത്തിലുള്ള ബജറ്റിന് മൊത്തം 562 ബില്യൺ ഷെക്കലുകൾ, അതായത് 55 ബില്യൺ US$ വേണ്ടിവരുമെന്ന് തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച രേഖയിൽ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ മെയ്യിൽ ചെലവ് പദ്ധതി ആദ്യമായി അംഗീകരിച്ചപ്പോൾ ഇത് 513 ബില്യൺ ആയിരുന്നു. സൈനിക ചെലവുകൾക്കൊപ്പം ഇസ്രായേലിന്റെ വടക്കൻ തെക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള 1,20,000 ആളുകളെ ഒഴിപ്പിക്കാൻ 10 ബില്യൺ ഷെക്കൽ അധികമായി വേണ്ടിവരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പോലീസിനും മറ്റ് സുരക്ഷാ സേവനങ്ങൾക്കും ഉയർന്ന ബജറ്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണത്തിൽ തകർന്ന ജനവാസ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിനും തെക്ക് ഗാസ മുനമ്പിൽ ഹമാസിനെതിരായ കര ഓപ്പറേഷനായി ലക്ഷക്കണക്കിന് റിസർവിസ്റ്റുകളുടെ അണിനിരത്തുകയും ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഭീഷണിയെ നേരിടാൻ വടക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും ചെയ്ത യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഉയർന്ന സാമ്പത്തിക ചെലവ് അടിവരയിട്ട് കാണിക്കുന്നു. ഗാസയിലെ വ്യോമാക്രമണത്തിനും ഇസ്രായേൽ പ്രദേശത്തേക്ക് തൊടുത്തുവിട്ട റോക്കറ്റുകളും ഡ്രോണുകളും തടയുന്നതിനും വില കൂടിയ നിരവധി മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിലൂടെ പലസ്തീൻ സിവിലിയന്മാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് കൂടുതൽ ടാർഗറ്റഡ് ഓപ്പറേഷനുകളിലേക്ക് മാറാൻ അമേരിക്ക ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നു. US-ൽ നിന്നുള്ള അധിക സഹായം പരിഗണിക്കാതെ തന്നെ അധിക ധനസഹായം ആവശ്യമായി വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വലിയ കടബാധ്യതകൾക്കായി 4 ബില്യൺ ഷെക്കലുകൾ കൂടി ആവശ്യമാണെന്നും കൂട്ടിച്ചേർക്കുന്നു. ഇസ്രായേലിന്റെ ദീർഘകാല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എല്ലാ രീതിയിലും വലിയ തിരിച്ചടിയായിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടമാകുക എന്നത് ചിന്തിക്കാനാകില്ല. എന്നാൽ യുദ്ധം നെതന്യാഹുവിന്റെ കസേര ഇളക്കിയേക്കാവുന്ന വെല്ലുവിളിയായി ഉയർന്നിരിക്കുകയാണ്. ഇസ്രായേൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് വേണ്ടി പ്രതിദിനം 2,100 കോടിയോളം രൂപയാണ് നെതന്യാഹു സർക്കാർ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ സേനയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള എല്ലാ ഫണ്ടുകളും വെട്ടിക്കുറച്ചും മറ്റ് ചെലവുകൾ നിയന്ത്രിച്ചും മാത്രമേ കടബാധ്യതകളും വിലക്കയറ്റവും പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നിയന്ത്രിക്കാൻ സാധിക്കൂ. ഇസ്രായേലിലെ തൊഴിൽ കാർഷിക മേഖലയിൽ എല്ലാം പഴയപടിയാക്കിയെടുക്കാൻ ഇനി വർഷങ്ങളുടെ സമയം വേണ്ടിവരുമെന്ന് വിദഗ്ധർ പറയുന്നു. മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഇസ്രായേൽ സേനയിൽ റിസർവ് സൈനികരുടെ പങ്കാളിത്തം അധികമാണ്. ഇത് വിപണിയിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാർഷിക വൃത്തി ഉൾപ്പെടെ വിവിധ വ്യവസായ മേഖലകളുടെ നിലനിൽപ്പിന് തന്നെ ഇവ വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. കാർഷിക വൃത്തി ഉൾപ്പെടെ വിവിധ വ്യവസായ മേഖലകളുടെ നിലനിൽപ്പിന് തന്നെ ഇവ വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ 10,000 കർഷകരുടെ കുറവാണ് ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ പ്രവർത്തനങ്ങൾക്കും ജൂത പാഠശാലകൾക്കും വേണ്ടി ഏകദേശം 29,000 കോടി രൂപയാണ് കഴിഞ്ഞ മെയ് മാസം നെതന്യാഹു സർക്കാർ മാറ്റിവെച്ചത്. ഏകദേശം 66,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഇതുവരെ സംഘർഷം മൂലമുണ്ടായ ഒരു രാജ്യമാണ് വലിയൊരു തുക ഇപ്പോഴും സംഖ്യകക്ഷിയുടെ താൽപര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. നെതന്യാഹു സർക്കാരിന്റെ മുൻഗണനകളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്.